Join the legacy of excellence at Little Flower Engineering Institute, Kalamasheri, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamasheri. കോൺഗ്രസ് നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ എന്ന വ്യക്തിയെ അവർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും പരമാവധി തരൂരിനെ മോണിറ്റർ ചെയ്യുകയാണ്. തരൂർ ഇത് എന്തു ഭാവിച്ചാണ്? RSSന്റെ നയങ്ങളൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. മനുസ്മൃതിയിലെ ചില കാര്യങ്ങളൊക്കെ ഭരണഘടനയിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ അവർ ഇപ്പോൾ അതിനുവേണ്ടി വാശി പിടിക്കുന്നില്ല എന്നൊക്കെ തരൂർ പറയുമ്പോൾ 4 തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജയിപ്പിച്ചു വിട്ടവരെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്ന് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ആപ്തവാക്യം പോലെ പറഞ്ഞത് ശരിവയ്ക്കുകയാണ്. തരൂർ പറഞ്ഞ ഡയലോഗ് ഉയർന്നു പറക്കാൻ ചിറകുകളുണ്ടെങ്കിൽ തനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ള രീതിയിൽ പക്ഷിയുടെ ചിത്രമൊക്കെ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് സുധാ മേനോൻ വ്യക്തമായി പറഞ്ഞു. സ്വന്തം കൂട്ടിൽ നിരന്തരം കാഷ്ടിക്കുകയല്ല അത്തരം പക്ഷികൾ ചെയ്യേണ്ടത്. സ്വബോധമുള്ള ആരും ചെയ്യാറില്ല. RSSലേക്ക് പോകണമോ അതോ BJPയിലേക്ക് പോകണമോ? അതാണോ തരൂരിന്റെ ആഗ്രഹമെന്ന് പല നേതാക്കളും പരസ്യമായി ചോദിക്കുന്ന വേളയിലാണ് ശശി തരൂർ അമിത്ഷായെയും അദ്ദേഹത്തിന്റെ മകനെയും കടന്നാക്രമിക്കുന്ന രീതിയിൽ പല പ്രസ്താവനകളും ഇതിനിടയിൽ പറഞ്ഞത്. നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വിഷയം വരെ തരൂരിനെ വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തരൂരിന്റെ 50 കോടിയുടെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ മറന്നു കഴിഞ്ഞു എന്ന് ചോദിക്കുന്നവരോട്, പ്രത്യേകിച്ചും രാജ്യമാണ് വലുത്, പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഭരണഘടനയുടെ പദവികളോ അല്ല എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ശശി തരൂർ അതിനു പറഞ്ഞ മറുപടി താൻ രാജ്യത്തിനെ പ്രതിനിധീകരിച്ചാണ് വിദേശത്ത് പോയത്. വിദേശ രാജ്യങ്ങളോട് ഇന്ത്യയുടെ നയതന്ത്രപരമായ കാര്യങ്ങളും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ചുമാണ് വ്യക്തമാക്കിയത്. അതിന് താൻ യോഗ്യനാണ് എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നിക്കാണണം. UN-ൽ അണ്ടർ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ച വ്യക്തി, വർഷങ്ങളോളം അവിടെ ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തി, അത്തരത്തിലുള്ള പരിജ്ഞാനം BJPയിൽ ഏതെങ്കിലും സാധാരണക്കാർക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ജയശങ്കർ എന്ന ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിനെ പോലെ തന്നെ ശശി തരൂരിനെ BJP ആ കാര്യത്തിൽ നമിക്കുകയാണ് എന്ന് കരുതി രാഷ്ട്രീയപരമായി ഉപയോഗിച്ചു കളയാമെന്ന് വിചാരിക്കരുത് എന്ന തരൂരിന്റെ മറുപടി കൂടി വരുമ്പോൾ സോണിയ ഇടപെട്ടിരിക്കുകയാണ്. സോണിയ കൃത്യമായി പറഞ്ഞു, അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിക്കാനും അദ്ദേഹത്തിന്റെ നിലപാട് അറിയിക്കാനും എല്ലാ അധികാരവുമുണ്ട്. അദ്ദേഹം ഒരു എഴുത്തുകാരനും തത്വചിന്തകനുമാണ്. നിരവധിയായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പരാമർശിക്കുന്ന രീതിയിൽ ഇന്ദിരാഗാന്ധിയെ ദ്രൗപദിയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരിച്ചതാണ് എന്ന് പറഞ്ഞവരുണ്ട്. ശശി തരൂർ ആദ്യമായി കോൺഗ്രസ് ചിഹ്നത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2009 മത്സരിക്കുമ്പോൾ ഈ പുസ്തകം കാണിച്ചാണ് ഇടതുപക്ഷ പാർട്ടിയും BJPയും ഒരുപോലെ പ്രത്യാക്രമണം അഴിച്ചുവിടാൻ ശ്രമിച്ചത്. അന്ന് BJP 4ാം സ്ഥാനത്തായിരുന്നു. PK കൃഷ്ണദാസ് ആയിരുന്നു അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്നത്. 2014 മുതലാണ് BJP 2ാം സ്ഥാനം പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുണ്ട്. അദ്ദേഹം കോൺഗ്രസിലെ ഒരു മുതൽക്കൂട്ടാണ്. സോണിയയുടെ വാക്കുകൾ കൃത്യമായി തന്നെ AICC നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു.